ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ മുബാറക്. ഇൻഷാല്ല നാളെ നോമ്പെല്ലായില്ലേ. അപ്പോൾ ഇനി ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇനി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഇല്ലൂ. അപ്പോൾ വിചാരിച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. കൂടെ തന്നെ ഉമ്മാൻ്റെ ഒരു അടിപൊളി നാടൻ അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. നോമ്പിനെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാക്കിയ നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ഇല്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ചായക്കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. ഇതിന് മുന്നേ ചോറ് വെക്കലാണ്. ചോറ് എല്ലാവർക്കും വേണമെന്നില്ല കേട്ടോ. ഉപ്പാക്കും എനിക്കും ഇലൂനാന്ന് ചോറിഷ്ടം. വെച്ചാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കൂല, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ചോറിനുള്ള വെള്ളം വെച്ചാൽ നമുക്ക് നാശ്തൻ്റെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ചോറെല്ലാം റെഡി ആവുമല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ചോറ് വെക്കലാണ്. കറിക്കുന്ന കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീനും പിന്നെ മത്തിയും കിട്ടിയിട്ടുണ്ട്. മത്തി എടുത്ത് വെക്കുന്നുണ്ട്. ചെമ്മീൻ ഇപ്പോൾ തേങ്ങാക്കറി വെച്ചാൽ രാവിലത്തെ നാശ്തക്കും ആവും, പിന്നെ ഉച്ചക്കത്തെ ചോറിനും അതന്നെ മതിയാവും. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ ചെമ്മീൻ്റെ കൂടെ വെള്ളരിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങാക്കറി വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെമ്മീൻ ക്ലീനാക്കി വെക്കുന്നുണ്ട്. എനിക്ക് ചെമ്മീൻ്റെ തേങ്ങാക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുണ്ടെങ്കിൽ നമുക്ക് വറവോ കറിയോ ഒന്നും ആവശ്യം തന്നെ ഇല്ല. ചോറും ചെമ്മീൻ്റെ തേങ്ങാക്കറിയും അച്ചാറെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ ചെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നല്ലപോലെ കഴുകിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ചെമ്മീൻ വൃത്തിയാക്കുന്ന സമയത്ത് ഉമ്മ ഗ്രേവിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കലാണ്. ഇതിൻ്റെ ഫുള്ള് റെസിപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ കുറേ ലോങ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇടാത്തതാണ് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ഒരിക്കൽ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇതാ കറീൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞ് ഇനി ദോശ ഉണ്ടാക്കലാണ്. രാത്രി ഉഴുന്നും അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആ പുളിപ്പിച്ച ദോശ ഉണ്ടാക്കലാണ്. ഇത് പുളിപ്പിച്ച ദോശൻ്റെ ബാറ്ററാണ് കേട്ടോ. രാത്രി അരച്ച് വെച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ട് കിട്ടുന്ന അടിപൊളി ദോശയാണ് കേട്ടോ. നമ്മൾ ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല കേട്ടോ നോക്കേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി നോക്കണം. അതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ എന്തായാലും റെസിപ്പി ഫ്ലോപ്പ് ആവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ദോശ ചുട്ട് തുടങ്ങുന്നുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. പിന്നെ ദോശ ചുടുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യാൻ പറ്റും. പത്തിരിയെല്ലാം ചുടുമ്പം അടന്നെ നിന്ന് ചെയ്യണ്ടേ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇതുപോലെ ഒഴിച്ച് കൊടുത്താലും നല്ല ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നുണ്ട് ദോശയിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നാശ്തൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. മടക്കി വെക്കലും അലക്കലെല്ലാം ഒന്നിച്ചൊന്നിച്ച് തന്നെ ചെയ്യാം.
ഇലൂനിപ്പോൾ കളിക്കാൻ ഇനി ഹസ്ബൻ്റെ ബ്രദറിൻ്റെ മോളും ഉണ്ട്. അപ്പോൾ ഓനത്ര പ്രശ്നമില്ല, കളിക്കാൻ ആളല്ല. അതിനിപ്പോൾ ബാക്കിയുള്ള റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടലാന്ന്. ഈ ഒരു സംഭവം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പച്ചമാങ്ങ ഇത് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് തിന്നാൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ. വയറ് വേദനിക്കും, എന്നാലും ഇടയ്ക്കിടയ്ക്ക് തിന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇലൂക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ചെറുങ്ങനെ പഴുത്ത് വന്നിട്ടുണ്ട്, എന്നാലും നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ പുളിയും ഉപ്പും മുളകെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കുഴച്ച് തിന്നാൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് കുട്ടികൾക്കും എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ്. അങ്ങനെ ഇത് ഉപ്പ സിപ്പപ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ സിപ്പപ്പ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുത്തിലെല്ലാം കഴിക്കലുണ്ടായിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ എന്ത് തോന്നുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇതാ ഉമ്മ മാങ്ങ അച്ചാറുണ്ടാക്കലാന്ന്, നോമ്പിന് വേണ്ടിയിട്ട് അച്ചാറുണ്ടാക്കി വെക്കാന്ന്. അപ്പോൾ ഒരു 10 മാങ്ങ ഈ ഒരു വലുപ്പത്തിലില്ലേ, വലിയ 10 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ, നല്ല പോലെ ഉണങ്ങിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞ് കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്യലാന്ന്. അപ്പോൾ ആദ്യം പകുതി മാങ്ങ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ഇതുപോലെ ആക്കലാന്ന്. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും പിടിക്കുമല്ലോ. അങ്ങനെ ഫുള്ള് മാങ്ങ കട്ട് ചെയ്തിട്ടിടലാന്ന്. പിന്നെ ഇതാ മാങ്ങാൻ്റെ ഈ ഒരു ഭാഗത്തെ പീസെല്ലാം കളയണ്ടട്ടാ. ഇതിൽ നല്ല പുളി വരുമെന്നാണ് പറയുന്നത്, നല്ല അച്ചാറിന് നല്ല പുളി കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതാ മാങ്ങ എല്ലാം മുറിച്ച് കഴിഞ്ഞ് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് 2 ദിവസം മൂടി വെക്കണം കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ക്ലിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാമാണ്. ഇഞ്ചി ഇതാ നമ്മുടെ ഒരു കൈ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത്രയും പീസ് വേണം. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യലാണ്, പേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് അച്ചാറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതേ അളവിൽ തന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. ഒരു 10 പച്ചമുളക്, അത്യാവശ്യം വലിപ്പമുള്ള 10 പച്ചമുളക് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്, ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് ഈത്തപ്പഴമാണ് കേട്ടോ. ഇത് 300 ഗ്രാംസിൻ്റെ ഒരു പാക്കറ്റാണ്. ഇത് ഫുള്ളായിട്ട് തന്നെ വേണം. ഇത് നല്ലപോലെ കഴുകിയിട്ട് കുരു കളഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈത്തപ്പഴം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുമിട്ടി മുളകാണ് കേട്ടോ. ഈ മുളക് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഇതൊരു 100 ഗ്രാംസാണ് വേണ്ടത്. പിന്നെ ഒരു 6-8 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ഇതുപോലെല്ലാം എടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാം ആദ്യം തന്നെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മുളകും പിന്നെ ഈത്തപ്പഴവും വിനേഗർ ഇട്ടിട്ടാണ് കേട്ടോ അടിക്കേണ്ടത്. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. മുളകും ഈത്തപ്പഴവും വിനേഗർ ഒത്തിട്ട് മൊത്തത്തിൽ അടിച്ചെടുക്കുക. നമുക്കിത് അരക്കേണ്ട ആവശ്യത്തിനുള്ള വിനേഗറാണ് ഇപ്പോൾ ആദ്യം ഒഴിക്കേണ്ടത്. പിന്നെ റിപ്പീറ്റ് ആക്കിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ മുളകും ഈത്തപ്പഴവും ഒന്നിച്ച് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റായി. മുളകെല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല ചൂടായി വരുമ്പം അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ല പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു 1.5 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിലയില്ലേ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വാടുന്നവരെ വെയിറ്റ് ആക്കാം. അങ്ങനെ അത് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഒന്ന് വാടി കിട്ടുന്നുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് അരച്ചു വെച്ച മുളകില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചാണ് ആക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി നേരെ പകുതിയാക്കിയാൽ മതി കേട്ടോ. പകുതി എടുത്താൽ മതി. പക്ഷേ എടുക്കുമ്പം അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. മൊത്തത്തിൽ ഈ അച്ചാറിന് 2 ലിറ്റർ വിനേഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അരച്ചെടുക്കുന്നില്ല, അതെല്ലാം കൂട്ടിയിട്ടാണ് 2 ലിറ്ററിൻ്റെ കണക്ക് പറയുന്നത്. അപ്പോൾ അത് തിളക്കുമ്പം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കലാണ്.
പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കായപ്പൊടിയിലെ SF അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാലും ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു കൈ നിറയെ വെളുത്തുള്ളി ഉരിഞ്ഞതാണ്, അത് കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തിളച്ച് വരുന്നവരെ വെയിറ്റ് ആക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണ് ഉലുവയില്ലേ അത് വറുത്തിട്ട് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പം നമുക്ക് വറുത്ത് കഴിഞ്ഞ് തണിഞ്ഞതിന് ശേഷം പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ലപോലെ തിളച്ച് ഫുള്ളായിട്ട് തെറിച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തണിയാണ്ട് മാങ്ങ ഇട്ടാൽ മാങ്ങ തന്നെ വെന്ത് പോകട്ടാ. ഇത് നമ്മൾ 2 ദിവസം മുന്നേ ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. അതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ അച്ചാറെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ സാധനം ഗ്ലാസ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ പൂപ്പലെല്ലാം വന്നിട്ട് കേടായി പോകും. അപ്പോൾ ഇത് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയണം. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ഇട്ട് വെക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ നോമ്പിന് ഇനിയും വ്ളോഗ്സും റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ, റംസാൻ മുബാറക്.